ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ്. ഒക്ടോബറിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ വിതരണം 27-ാം തീയതി ആരംഭിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. സർക്കാർ നൽകിയ വാക്ക് കൃത്യമായി പാലിക്കുകയാണ്. ഒരു മാസം പോലും പെൻഷൻ മുടക്കാതെ, കുടിശ്ശികയാക്കാതെ കൃത്യമായി 62 ലക്ഷം മനുഷ്യരുടെ കൈകളിലേക്ക് എത്തിക്കുന്നു. 812 കോടി രൂപയാണ് ഇതിനായി സംസ്ഥാന ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത്. 62 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം പെൻഷൻ ലഭിക്കുക. ചെയ്യുക എന്ന ലക്ഷ്യം കഴിഞ്ഞ സാമ്പത്തിക വർഷം മുതൽ നടപ്പിലാക്കിയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. ഒക്ടോബർ മാസത്തെ പെൻഷൻ ഈ മാസം 27-ന് വിതരണം ആരംഭിക്കുമ്പോൾ 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുകയെത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. 8.46 ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത്. ഇതിനാവശ്യമായ 24.21 കോടി രൂപയും സംസ്ഥാനം മുൻകൂറടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ കേന്ദ്ര കുടിശ്ശിക 300 കോടി കടന്നു. സംസ്ഥാന സർക്കാർ ഇതുവരെ 43,653 കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി മാത്രം ചെലവിട്ടിട്ടുള്ളത്. പ്രതിപക്ഷവും UDF കൺവീനറും പെൻഷന്റെ കൃത്യമായ വിതരണത്തെയും വർധനവ് വരുത്താനുള്ള സർക്കാർ ആലോചനകളെയും വിമർശിക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാർ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്ത് മുന്നോട്ടു പോകുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.